മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റ്സി. ഞാൻ UK നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു ജോലി കിട്ടിയതിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2024 ഫെബ്രുവരി 18 ഇവിടെ ആദ്യമായിട്ട് വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എൻ്റെ ഒരു ജോലിയുടെ കാര്യം. ഞാനൊരു ബാൻഡ് 5 നേഴ്സായിട്ടാണ് UK ജോലിക്ക് കയറിയത്. അത് കഴിഞ്ഞ് ഞാനൊരു ബാൻഡ് 6 ആയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്നൊരു കോഴ്സ് ചെയ്തു. അത് മാസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ACP ആയിട്ട് ജോലിക്ക് കയറാം. UK അറിയാം. ACP ആയിട്ടാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടേഴ്സിന് തുല്യമായിട്ട് ജോലി ചെയ്യാം, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാം, മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് നമ്മളൊരു ട്രെയിനി പോസ്റ്റിൽ കയറിയിട്ടാണ് ഈ കോഴ്സ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ കോഴ്സ് പകുതിയായപ്പോൾ തൊട്ട് ഞാൻ ഒത്തിരി ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ എന്നെ എങ്ങൊന്നും വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചപ്പോൾ ഞാൻ ഇതൊരു നിയോഗമായിട്ട് വെച്ചു. എനിക്ക് UK ഒരു ACP ആയിട്ട് ജോലി കിട്ടണം എന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ UK തിരിച്ചു പോയി. ഞാൻ കുറേ മാസത്തോളം ഉടമ്പടി തുടർന്നു. അത് കഴിഞ്ഞ് പിന്നെ പുതുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നില്ല. പക്ഷെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് ആപ്ലിക്കേഷൻ അയച്ചിട്ടും എല്ലാം എനിക്ക് റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. എങ്ങും എന്നെ ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു ദിവസം പെട്ടെന്നൊരു തോന്നലുണ്ടായി, ഒന്നുകൂടെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു നോക്കാം. എന്നിട്ട് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടണമെന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. അത്ഭുതമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പിറ്റേ ദിവസം തന്നെ എനിക്ക് 3 സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ കിട്ടി. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അതുവരെ അയച്ചതിനൊന്നും ഒരു റിപ്ലൈ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 3 അയച്ചതിൽ തന്നെ ക്വാളിഫൈഡ് ACPക്കായിരുന്നു ഇൻ്റർവ്യൂ വെച്ചിരുന്നത്. പക്ഷെ ഞാനൊന്ന് ക്വാളിഫൈഡ് ആയിട്ടില്ല, കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയച്ചു. അത് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 50 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അവരെന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി ഉപ്പ് ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ ഞാൻ എൻ്റെ കാശിരൂപം കയ്യിൽ മുറുകെ പിടിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അന്ന് തന്നെ എനിക്കറിയായിരുന്നു എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റി. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ജോലിക്ക് എടുത്തു എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ജോലിക്ക് കയറണതിന് മുമ്പ് എനിക്ക് വീണ്ടും ഭയങ്കരമായിട്ട് ടെൻഷൻ തുടങ്ങി. കാരണം 10 വർഷം ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് മാറി പുതിയൊരു ഹോസ്പിറ്റലിൽ പോകണം, അത് ഇത്രയും ഡ്രൈവ് ചെയ്ത് പോകണം, വീട്ടിൽ ഹസ്ബൻഡുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് അവിടെ ജോലിക്ക് പോകാൻ പറ്റുമോ? പിന്നെ അവരെന്നോട് പറഞ്ഞ Monday to Friday വർക്ക് ചെയ്യണം, 5 ദിവസം ഡ്യൂട്ടിക്ക് പോകണം എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എനിക്കിത് നല്ലതാണോ എന്നറിയാൻ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ എന്ന് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു ദിവസം നീ ഓറിയൻറ്റേഷന് വരണം. അപ്പോൾ അവരുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മേരി വാർഡിലായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എനിക്കൊരു അടയാളം തന്നതാണ്, ധൈര്യമായിട്ട് അവിടെ തന്നെ ജോയിൻ ചെയ്തോളാൻ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതെനിക്കുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ അവിടെ പിന്നെ ഓറിയൻറ്റേഷന് ചെന്നു. നല്ല ടീമായിരുന്നു. പിന്നെ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ബാൻഡ് 7 ആയിട്ടാണ് കയറിയത്. 1 വർഷത്തിന് മുമ്പ് തന്നെ എനിക്ക് അവർ ബാൻഡ് 8 ആയിട്ട് പ്രൊമോഷൻ നൽകി. ഇപ്പം ഞാൻ ബാൻഡ് 8 ACP ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. മാതാവിന് എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എല്ലാ നേഴ്സസിൻ്റെ ഒരു സ്വപ്ന ജോലിയാണ് ACP ആയിട്ട് UK വർക്ക് ചെയ്യുക എന്നുള്ളത്. മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഡ്രൈവിങ്ങിന് ഞാൻ ഈ 50 മിനിറ്റ് രാവിലെ ഡെയിലി ബ്രെഡ് കേൾക്കും, പിന്നെ ഒരു ജപമാല കേൾക്കുമ്പോഴത്തേക്കും അവിടെ ചെല്ലും. തിരിച്ചു പോരുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനോ സാക്ഷ്യങ്ങളൊക്കെ കേട്ടോണ്ട് പോരും. അങ്ങനെ ഇപ്പോൾ ഡ്രൈവിങ്ങും ഒരു കുഴപ്പമില്ല. പിന്നെ ആദ്യം എന്നോട് 5 ദിവസം ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെന്നോട് പറഞ്ഞത് നീ ഫുൾ ഡേ ചെയ്യുവാണെങ്കിൽ രാവിലെ 7:30 തൊട്ട് 6 മണി വരെയാണെങ്കിൽ 4 ദിവസം വന്നാൽ മതി. അതും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ എനിക്ക് 3 ദിവസം ഓഫ് കിട്ടും. പിന്നെ എനിക്ക് ഈ 4 ദിവസത്തിൽ തന്നെ ഒരു ദിവസം മിക്ക ആഴ്ചയിലും വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് 3 ദിവസം പോയാൽ മതി. ഭയങ്കര അത്ഭുതം. മാതാവിന് എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇങ്ങനെയൊരു ജോലി തന്നതിനും ഇത്ര കംഫർട്ടബിളായിട്ട് സ്ഥലത്ത് എത്തിച്ചതിനും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയതിനെക്കുറിച്ചാണ്. ഞാൻ 2023 പ്രഗ്നൻ്റ് ആയിരുന്നു എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ. അപ്പോൾ പ്രഗ്നൻസിയിൽ എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിട്ട് ശ്വാസം മുട്ടൽ മാറാണ്ടായില്ല. അപ്പം
ഞാൻ പിന്നെ അതിന് ഒരു ആൻറ്റിബയോട്ടിക് തന്നു. അത് ദേഹം മുഴുവൻ അലർജിയായി, ദേഹം മൊത്തം റാഷസ് വന്നിട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചിലും എന്നാ പറയുക, ഡ്രസ്സ് ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഈ മിക്ക ദിവസവും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും A&Eയിൽ അഡ്മിറ്റ് ആവും. പിന്നെ ആൻറ്റിബയോട്ടിക്കും സ്റ്റിറോയിഡും തരും. അങ്ങനെ മൊത്തം പ്രഗ്നൻസി മൊത്തം ജോലിക്ക് പോകാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ഡ്രസ്സ് മാറാൻ പോലും പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞിന് ഈ സ്റ്റിറോയിഡൊക്കെ കഴിച്ചതുകൊണ്ട് കുഞ്ഞിനൊരു കുഴപ്പവും വരരുതെന്നൊക്കെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അന്നാണ് ഞാൻ മാതാവിനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ ഈ റാഷസൊക്കെ മാറി, പക്ഷേ ഈ ശ്വാസം മുട്ടൽ മാറാണ്ടായില്ല. അപ്പോൾ ഞാൻ 2024 നാട്ടിൽ വന്നപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ ബലമായിട്ട് ആ ശ്വാസം മുട്ടൽ പൂർണ്ണമായിട്ട് മാറ്റി തന്നു. ഇപ്പം ഞാൻ ഇൻഹേലറൊന്നും ഉപയോഗിക്കുന്നില്ല. കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഹേലർ എടുക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഹേലർ എല്ലാം നിർത്തി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ആ ശ്വാസം മുട്ടലും പൂർണ്ണമായിട്ടും മാറ്റി മാതാവിനെ അനുഗ്രഹിച്ചു. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. എന്തു പ്രാർത്ഥിച്ചാലും ഉടമ്പടി തൈലം, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ എന്തെങ്കിലും വരുമ്പോൾ ഉടമ്പടി തൈലോ ഉപ്പും വെച്ച് പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് UK ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറച്ച് പേര്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവൈലബിലിറ്റി നോക്കിയിട്ട് ആരുടെയെങ്കിലും വീട്ടിൽ വെച്ച്, മിക്കവാറും എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ പ്രെയർ നടത്തും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോസ്റ്റിൽ പത്രം വരുത്തി അവിടെ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡും പിന്നെ ഉടമ്പടി ധ്യാനം എല്ലാം സ്റ്റാറ്റസ് ഇടുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, എനിക്ക് എന്താ പറയുക, കരുണയുള്ളൊരു ഹൃദയം മാതാവും തിരുക്കുമാരനും നൽകിയെന്ന് പറയാം. ഉടമ്പടിയിലൂടെ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല. ആവശ്യമുള്ളവർക്ക് പൈസയായിട്ട് ധനസഹായം കൊടുക്കാറുണ്ട്, അസുഖമുള്ളവരെല്ലാം സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് കൂടുതൽ സമയം ഇരുന്ന് സംസാരിക്കാനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഈ രോഗികളൊക്കെ ഇങ്ങനെ വീൽ ചെയറിൽ ആരും തള്ളിക്കൊണ്ട് പോകാനില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാനത് ചെയ്യും. അവരെ എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ക്യാൻറ്റീനിലൊക്കെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവരെ കാണുന്നത്. അപ്പം ഞാൻ അവരെ അവിടെ എത്തിക്കുക. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും, ഇതെൻ്റെ ഈ ആഴ്ചത്തെ കാരുണ്യപ്രവൃത്തി ആട്ടോ, ഇത് വരവ് വെച്ചേക്കട്ടോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറയും. അങ്ങനെയാണ് ഞാൻ ഓരോന്നും ചെയ്യാറ്. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഹോമുണ്ട് ഇവിടെ നാട്ടിൽ. അപ്പം വീട്ടിലോട്ട് പൈസ അയച്ചു കൊടുത്തിട്ട് അവിടെ ഫുഡ് കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഈ ഹോംലെസ് ആൾക്കാരൊക്കെ ഉണ്ട് ഈ സൂപ്പർ മാർക്കറ്റിന് പുറത്തൊക്കെ. അപ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കും. പിന്നെ ചാരിറ്റബിൾ അസോസിയേഷൻസ് ഉണ്ട്, അങ്ങോട്ട് ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത്. ഇത്രയും സഹായം തന്ന, ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയും കൂടെ ഉണ്ടാവണം, ഇനിയും ഉടമ്പടിയിൽ തുടർന്ന് ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബെറ്റ്സി തോമസ് UK തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് ജോലി കിട്ടിയ അനുഭവസാക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. UK മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായിട്ടാണ് കോഴ്സ് എടുക്കുകയും അതേ തുടർന്ന് കൊണ്ട് കോഴ്സിലായിരിക്കും തന്നെ പല ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. കാരണം ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ സമം തന്നെ രോഗികളെ കാണുകയും മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു വലിയ ജോലി തന്നെയാണ് ബെറ്റ്സി തോമസിന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിലൂടെയൊക്കെ ഈ ജോലി ലഭിക്കുകയും ചെയ്തത്. പലതവണ 3 തവണ ഇൻ്റർവ്യൂ പോയെങ്കിൽ അത് കിട്ടാത്തൊരു തരത്തിലേക്കായിരിക്കുമ്പോഴാണ് പരിശുദ്ധ ഇടപെടലെന്നോണം തനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്തത്. അതേ തുടർന്നാണെങ്കിലും ജോലി ചെയ്യാനായിട്ട് ചെല്ലുന്ന സ്ഥലത്താണെങ്കിലും പരിശുദ്ധ അമ്മയുടെ പേരുള്ള അടയാളം നൽകിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഒരു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം കൂടെയുണ്ടെന്നുള്ളത് ബെറ്റ്സി തോമസിൻ്റെ സാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് കിട്ടിയ രോഗസൗഖ്യം പ്രഗ്നൻസി സമയത്താണെങ്കിലും ശ്വാസം മുട്ടൽ കൊണ്ട് നിരവധിയായ ബുദ്ധിമുട്ടുകളാണ് കടന്നു പോവുകയും ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നിറച്ച വസ്തുക്കളും
ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് ആ രോഗസൗഖ്യം നൽകി ബെറ്റ്സി തോമസിന് പരിശുദ്ധമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. നിരവധി അനുഗ്രഹങ്ങളാലും ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ വലിയൊരു കരുണയുള്ള ഹൃദയം നൽകി പരിശുദ്ധമ്മ അനുഗ്രഹിച്ചുവെന്ന ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനിയും മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബെറ്റ്സി തോമസിനെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.